പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിൻ്റെ കരിനിഴലുകൾ വീണ് തുടങ്ങുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് വീണ്ടും ഒരു യുദ്ധത്തിലേക്കുള്ള സാധ്യതകളാണ് ഇറാൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും ഭാഗത്തു നിന്നുള്ള പല പ്രസ്താവനകൾ നോക്കുമ്പോഴും കാണുന്നത്. കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ഒരു ശാന്തത എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, സീസ് ഫയറിലായിരിക്കുന്ന സമയത്താണ് ഈ അമേരിക്ക ഇസ്രായേലിലോട്ട് ഒരുപാട് ആയുധങ്ങൾ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതെല്ലാം കൂടെ കണക്കൂട്ടി നോക്കുന്ന സമയത്താണ് ഇതൊരു ട്രംപ് പറഞ്ഞ പോലെ തന്നെ ഒരു കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തതയാണോ എന്ന് സംശയിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇറാനിയൻ ലീഡേഴ്സ് അക്യൂസ്ഡ് ദ US ഓഫ് യൂസിങ് നെഗോസിയേഷൻ ആസ് എ കവർ വൈൽ സീക്രറ്റ്ലി പ്ലാനിങ് ഗ്രൗണ്ട് മൂവ്സ്. ഇങ്ങനെ ഒരു ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അതായത് ഇറാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ടോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് US പ്രധാനമായിട്ടും യൂസ് ചെയ്തത് അവരുടെ ട്രൂപ്സിനെ ഡിപ്ലോയ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ ആയുധങ്ങൾ നീക്കാനും അതേപോലെ തന്നെ യുദ്ധത്തിന് തയ്യാറാവാനും യുദ്ധത്തിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ മേ ഇൻവോൾവ് seizing or securing Kharga island or coastal areas to pressure Iran's economy and reopening shipping lines. അതായത് ഇറാൻ്റെ ഈ ഗാർഗ് ദ്വീപ്, അതായത് ഇറാൻ്റെ നട്ടലിലാണ്, ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലിലാണ്. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇറാൻ്റെ ഗാർഗ് ദ്വീപിന് നേരെയുള്ള അറ്റാക്ക്, അപ്പോൾ ഗാർഗ് ദ്വീപിനെ നേരെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ഇറാനെ കൊണ്ട് ഈ പറയുന്ന ഹോർമുസ് തുറപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്ക് ആണ് അമേരിക്കയും ഇസ്രായേലും കോപ്പ് കൂട്ടുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് റെയ്ഡ്സ് ഓൺ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഫോർദോ ആൻഡ് നദാൻസ് ടു സെക്യൂർ എൻറിച്ച്ഡ് യുറേനിയം. അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ സൈറ്റുകളായിട്ടുള്ള ഫോർദോ ആൻഡ് നദാൻസ് ഇവിടെ റെയ്ഡ് നടത്തുക എന്നുള്ളത്. അപ്പോൾ റെയ്ഡ് നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എയർ റെയ്ഡ് നടത്തും. എയർ റെയ്ഡ് ഒരു പ്രാവശ്യം ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല, പട്ടാളക്കാരെ ചെറിയ രീതിയിലുള്ള മിലിറ്ററി ട്രൂപ്സിനെ ഇറക്കിയിട്ടും ഈ സ്ഥലങ്ങളിൽ റൈഡ് ചെയ്യുക, അതേപോലെ തന്നെ യുറേനിയം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. രണ്ടാമത്തത് പോസിബിൾ ഷോർട്ട് ഇൻഫൻട്രി ഓർ സ്പെഷ്യൽ ഫോഴ്സസ് മിഷൻസ് ലാസ്റ്റിംഗ് വീക്സ് നോട്ട് എ ബോർഡ് ഇൻവേഷൻ. അതായത് ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന, 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഈ പറയുന്ന കരമാർഗമുള്ള അറ്റാക്ക് ഇറാന് നേരെ ചെറിയ ട്രൂപ്സിനെയൊക്കെ ഇറക്കിയിട്ട് ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറാഖിലെ മരുഭൂമിയിൽ ഈ പറയുന്ന ഇസ്രായേൽ ചെറിയ ഒരു താവളം സ്ഥാപിച്ചതും ഇറാന്റെ നേരെയുള്ള അറ്റാക്കിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വഴി ഏതിലൂടെ വേണം ഇറാനെ അറ്റാക്ക് ചെയ്യാൻ, ഏതിലൂടെ വേണം ഈ ഇൻവെൻട്രി ഗ്രൂപ്പിനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലോട്ട് മിക്കവാറും വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇറാൻ പറയുന്നത് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ടോക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒന്ന് റെഡി ആവാനുള്ള സമയമായിരുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അസിമെട്രിക് വാർഫയറിനെ തന്നെയായിരിക്കും ഇറാൻ ഈ ഒരു വാറിനെ അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കിനെ നേരിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്ന രീതിയിലേക്കും കൂടെ സിറ്റുവേഷൻ മാറുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇനിയുള്ള ഈ അറ്റാക്കിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഫൈറ്റർ ജെറ്റുകളും അതേപോലെ തന്നെ എന്തൊക്കെ വെപ്പൺസ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തത് ലോക്ക്ഹീഡ് മാർട്ടിൻ F-22 റാപ്റ്റർ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാനും എയർ ഡോമിനൻസ് നേടാനും വളരെ സ്റ്റെൽത്തി ഹൈ ഹാൻഡഡ് ഡോഡ്ജ് ഫൈറ്റ് കാപ്പബിലിറ്റി. ലോക്ക്ഹീഡ് മാർട്ടിൻ F-35 ലൈറ്റ്നിങ് 2 റഡാർ ഇവേഡ് ചെയ്ത് ഡീപ് സ്ട്രൈക്ക് മിഷൻസ്, ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആൻഡ് പ്രിസിഷൻ സ്ട്രൈക്ക്. അപ്പോൾ ഈ പറയുന്ന F-22 ആൻഡ് F-35 ഇതിനെ രണ്ടിനെ ആയിരിക്കും ആദ്യത്തെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അറ്റാക്ക് തുടങ്ങുന്ന സമയത്ത് അമേരിക്ക യൂസ് ചെയ്യാന്നുള്ളതാണ്. മേജറായിട്ട് ഈ എയർക്രാഫ്റ്റുകളെ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെൽത്ത് കപ്പാസിറ്റിയാണ്. രണ്ടാമത്തത് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസിനെ നമുക്കറിയാം. ഈ F-35 എന്ന് പറയുന്ന വിമാനത്തിനെ ഇറാൻ ഒരു പ്രാവശ്യം അടിച്ചിട്ടിട്ടുള്ളതാണ്. സോ അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വെറും തിയററ്റിക്കലി പറയുന്ന ഒരു കാര്യമല്ല, ഹൈപ്പോത്തറ്റിക്കലി പറയുന്ന കാര്യമല്ല, പ്രൂവ് ചെയ്തിട്ടുണ്ട് F-35നെ ഇറാനെ കൊണ്ട് അടിച്ചിടാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കപ്പാസിറ്റീനെ ആദ്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഈ ഒരു അറ്റാക്ക് തുടങ്ങുന്ന സമയത്ത് അമേരിക്ക യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഫൈറ്ററുകൾ എന്ന് പറയുന്നത് ഇതായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ നേവിയുടെ
നേവിയുടെ സ്ട്രൈക്ക് ഫൈറ്റേഴ്സ്, അതായത് ബോയിങ് FA-18EF സൂപ്പർ ഹോർനെറ്റ് എന്ന് പറയുന്ന സൂപ്പർ എന്താ പറയുക ഫൈറ്റർ ജെറ്റ്, എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന പ്രധാന സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ആണിത്. ബോംബിങ്, എസ്കോട്ട്, ആന്റി ഷിപ്പ് മിഷൻസ്, അതായത് ഈ പറയുന്ന USS എബ്രഹാം ലിങ്കൻ ഒക്കെ പോലെയുള്ള ഈ പറയുന്ന ഫ്ലൈറ്റ് കാരിയേഴ്സിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കിംഗ് അറ്റാക്കിംഗ് എയർക്രാഫ്റ്റ് ആണ്, നേവിയുടെ എയർക്രാഫ്റ്റ് ആണ് ഈ പറയുന്ന ബോയിങ് FA-18EF സൂപ്പർ ഹോർണറ്റ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ്. പിന്നെ പറയുന്നത് EA-180 ഗ്രൗളർ ആണ്. എനിമി റഡാർ ജാം ചെയ്യുക, ഇറാനിയൻ സാം സിസ്റ്റം ബ്ലൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇറാന്റെ പല തരത്തിലുള്ള റഡാർ സിസ്റ്റത്തിനെയും ഇറാൻ ഈ പറയുന്ന എയർക്രാഫ്റ്റുകളെ കണ്ടെത്താൻ സാധിക്കുന്ന ഇറാന്റെ ഡിഫൻസ് ആയിട്ടുള്ള സിസ്റ്റങ്ങളെയൊക്കെ എന്താ പറയുക ജാം ആക്കുക എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ അത് ജാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാന്റെ ടെറിട്ടറിയിലൂടെ പറന്നു വരുന്ന എയർക്രാഫ്റ്റുകളെ ഇറാൻ ഒരു തരത്തിലും കണ്ടെത്താനോ മനസ്സിലാക്കാനോ പറ്റില്ല എന്നുള്ളതാണ്. അറ്റാക്ക് നടക്കുന്ന സമയത്ത് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നേവിയുടെ ഫ്ലീറ്റിൽ ഉണ്ടായിരിക്കുക ഈ പറയുന്ന ഈ 2 എയർക്രാഫ്റ്റുകളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ലോങ് റേഞ്ച് ബോംബർ വിമാനങ്ങൾ നോക്കുകയാണെങ്കിൽ നോർത്രോപ്പ് B-2 സ്പിരിറ്റ് ഹാർഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്ററാണ് ഈ പറയുന്ന നോർത്രോപ്പ് B-2 സ്പിരിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബോയിങ് B-52 സ്ട്രാറ്റോഫോർട്രസ്, അതായത് ക്രൂയിസ് മിസൈലുകളെ ലോഞ്ച് ചെയ്യാനും സസ്റ്റെയിൻഡ് ബോംബാർഡ്മെന്റ്, അതായത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഇറാന്റെ ഈ പറയുന്ന മിസൈൽ ശേഖരണവും എല്ലാം ഉള്ളത് അണ്ടർഗ്രൗണ്ടിലാണ്, അതായത് ഭൂമിക്കടിയിലാണ്. അപ്പോൾ ഭൂമിക്കടിയിലുള്ള ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലെയുള്ള ബോംബുകൾ ഉപയോഗിച്ചിട്ട് തകർക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അമേരിക്ക യൂസ് ചെയ്യുന്ന വിമാനം എന്ന് പറയുന്നത് നോർത്രോപ്പ് B-2 സ്പിരിറ്റ് എന്നുള്ളതാണ്. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് നേരെ ആദ്യം അമേരിക്ക അറ്റാക്ക് നടത്തിയ സമയത്തും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോംബർ വിമാനമാണ് ഈ പറയുന്ന വിമാനം, ലോങ് റേഞ്ച് ബോംബർ എന്നാണ്. പക്ഷെ ഇതിന്റെ കൂടെ മിക്കവാറും ഈ ടാങ്കർ വിമാനങ്ങളും കൂടെ വേണ്ടി വരും. കാരണം അത് നിൽക്കാണ്ട് പറക്കുന്ന വിമാനങ്ങളാണ്, എവിടെയും ലാൻഡ് ചെയ്യാതെ പറക്കുന്ന വിമാനങ്ങളാണ്. അപ്പോൾ എയർന്ന് തന്നെ റീഫ്യൂൽ ചെയ്യുന്ന രീതിയിലുള്ള ഫൈറ്റർ ജെറ്റുകളാണ് ഈ പറയുന്ന ഫൈറ്റർ വിമാനങ്ങളാണ് B-2 സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ എന്നുള്ളതും കൂടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് B-52 സ്ട്രാറ്റോഫോർട്രസ് എന്ന് പറയുന്ന വിമാനമാണ് ക്രൂസ് മിസൈലുകളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രൂസ് മിസൈലുകൾ അറിയാലോ, വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്ന് പോകുന്ന മിസൈലുകളാണ് ക്രൂയിസ് മിസൈലുകൾ. പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ലോകരാജ്യങ്ങളും ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പറേഷൻ സിന്ദൂറിലും ഇതേപോലത്തെ ക്രൂസ് മിസൈലുകൾ പാകിസ്ഥാന് നേരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്രൂസ് മിസൈലുകൾ ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് B-52 സ്ട്രാറ്റോഫോർട്രസ് എന്ന് പറയുന്ന വിമാനങ്ങൾ. ഇനി എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് USS ജെറാൾഡ് R, അതേപോലെ തന്നെ USS അബ്രഹാം ലിങ്കൻ, USS ഹാരി എസ് ട്രൂമാൻ, ഈ പറയുന്ന എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ ആയിരിക്കും ഉപയോഗിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റിലും 60 മുതൽ 75 വരെ എയർക്രാഫ്റ്റുകളെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിനകത്ത് എയർക്രാഫ്റ്റുകൾ മാത്രമല്ല, ഡിസ്ട്രോയേഴ്സ് ഉണ്ടാവും, ഗൈഡഡ് മിസൈലുകൾ ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ സബ്മറൈൻസ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇത് ഇങ്ങനത്തെ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു വാട്ടർ കോൺവോയ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഈ പറയുന്ന എയർക്രാഫ്റ്റ് കാരിയേഴ്സ് സാധാരണയായിട്ട് സഞ്ചരിക്കുന്നത്. അപ്പൊ എയർക്രാഫ്റ്റ് കാരിയറുകൾക്ക് നേരെ വരുന്ന ഏത് അറ്റാക്കിനെയും ചെറുത്ത് നിൽക്കുന്നത് ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഡിസ്ട്രോയേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ ടോർപിഡോ അറ്റാക്കിനെ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്ന സബ്മറൈൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇറാനെതിരെ അമേരിക്കയുടെ സാധാരണ രീതിയിലുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറാന്റെ റഡാർ ആൻഡ് എയർ ഡിഫൻസിനെ ആദ്യം സപ്രസ് ചെയ്യും, അതിനുശേഷം മിസൈലുകൾ ലോഞ്ച് ചെയ്യും, ടാർഗറ്റഡ് സൈറ്റുകളിലേക്ക് മിസൈലുകളെ ലോഞ്ച് ചെയ്യും. അതിനുശേഷമായിരിക്കും നാവൽ അസറ്റ്സിനെ ന്യൂട്രലൈസ് ചെയ്യുക, അതായത് ഇറാന്റെ നേവിനെ ന്യൂട്രലൈസ് ചെയ്യുക. അത് നമ്മൾ കണ്ടതാണ് ആദ്യത്തെ അറ്റാക്കിൽ. കാരണം ഇന്ത്യയിൽ നിന്നും ഒരു നാവികാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു നേവി കപ്പലിനെയാണ് അമേരിക്ക അന്ന് തകർത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ അറ്റാക്ക് തുടങ്ങി കുറച്ചാവുമ്പോൾ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്, നേവിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്. അപ്പൊ അതേ സ്ട്രാറ്റജി തന്നെ ആയിരിക്കും യൂസ് ചെയ്യാന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ സ്ട്രൈക്ക് ചെയ്യുക,
പിന്നെ അതേപോലെ തന്നെ കമാൻഡ് ആൻഡ് കൺട്രോളിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക. ഈ കമാൻഡ് ആൻഡ് കൺട്രോളിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ അമേരിക്ക കംപ്ലീറ്റ്ലി അതിനകത്ത് ഫെയിൽ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ കമാൻഡ് അല്ല ഇറാന്റെ IRGസിനെ അല്ലെങ്കിൽ ഇറാന്റെ ആർമിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അത് അമേരിക്കയുടെ ഈ പറയുന്ന വിഷൻസിന് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക അമേരിക്കയുടെ സ്ട്രാറ്റജീസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും മിക്കവാറും അമേരിക്ക ഇറാന് നേരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. ഇതൊരു കോർഡിനേറ്റഡ് അറ്റാക്ക് ആയിരിക്കും എന്തായാലും. അതിനകത്ത് UAE ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇസ്രായേൽ ഉണ്ടായിരിക്കും. UAEന്റെ ഒന്നും ഒരു ഇൻവോൾവ്മെന്റ് ആദ്യത്തെ അറ്റാക്കിൽ അത്രത്തോളം വിസിബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇറാൻ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കഴിഞ്ഞ വാറും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്നതിനെ ഇറാൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അവർ മണ്ടന്മാരൊന്നും അല്ലല്ലോ നോക്കി നിൽക്കാൻ. അവർ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ ഇറാൻ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അസിമെട്രിക് വാർഫെയർ തന്നെയായിരിക്കും. അതായത് ഈ പറയുന്ന B2B ബോംബറുകളാണെന്നുണ്ടെങ്കിലും ഹോർണറ്റുകളാണെന്നുണ്ടെങ്കിലും F-35 ആണെന്നുണ്ടെങ്കിലും USS ജെറാൾഡ് ആണെന്നുണ്ടെങ്കിലും ഡിസ്ട്രോയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാൻ പക്ഷേ അവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിക്കും. ഓഫ് കോഴ്സ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതിനുശേഷം പിന്നെ ക്രൂസ് മിസൈലുകളാണ്. പിന്നെ ഉള്ളത് ഡ്രോണുകളായിരിക്കും. പിന്നെ ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾ ഉപയോഗിക്കും, പ്രോക്സി മിലീഷ്യാസിനെ ഉപയോഗിക്കും, സൈബർ അറ്റാക്കുകൾ ഉപയോഗിക്കും, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഫത്താഹ് 110 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫത്താഹ് 110 എന്ന് പറയുന്ന തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അമേരിക്കയുടെ റഡാറുകളെ ഓവർവെൽം ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയായിരിക്കും യൂസ് ചെയ്യുക. അതായത് ആ റഡാറുകൾക്ക് ടാർഗറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ട്രാക്ക് ചെയ്യാനും പറ്റുന്ന മിസൈലുകളുടെയോ അല്ലെങ്കിൽ ഡ്രോണുകളുടെ എണ്ണം ഉണ്ടാവും. ആ എണ്ണത്തിലും കൂടുതലുള്ള മിസൈലുകളെ ഒരേ സമയം ഉപയോഗിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഡിസ്ട്രപ്റ്റ് ആവും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ അറ്റാക്കിലും ഇറാൻ ഉപയോഗിച്ചത് അമേരിക്കക്കെതിരെയുള്ള ഈ പറയുന്ന വാർ ഇറാൻ ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജി തന്നെയാണ്. റഡാറുകളെ പണി കൊടുക്കുക, റഡാറുകളെ ജാം ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല സ്ട്രൈറ്റോസ് ഹോർമൂസ് വഴിയുള്ള സപ്ലൈയും അതേപോലെ തന്നെ ആ റീജിയൻ വഴിയുള്ള സപ്ലൈനെ തന്നെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യും. അത് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഹോർമൂസിന് മാത്രമായിരിക്കില്ല, ബാബിൽ മന്ദിലും കൂടെ അതിന്റെ അനുകരണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ബാബിൽ മന്ദിൽ യമൻ ഉണ്ട്. യമൻ എന്ന് പറയുന്നത് യമന്റെ ഒരു ഏരിയ ഹൂത്തീസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഹൂത്തീസിന് വേണ്ട എല്ലാ ബാക്കപ്പും കൊടുക്കുന്നത് ഇറാനാണെന്നുള്ളതും അറിയാം. അപ്പോൾ ഇങ്ങനെ ഓയിൽ പ്രൈസിനെ കൂട്ടുക, അതേപോലെ തന്നെ ലോക എക്കോണമി തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇറാൻ പ്രവർത്തിക്കുക എന്നുള്ളത് പറയാണ്. ഇനി അടുത്തത് ലെയേർഡ് ഡിഫെൻസീവ് സ്ട്രാറ്റജി. ലെയേർഡ് ഡിഫെൻസീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ലെയേർഡ് ഡിഫെൻസിന്റെ ഭാഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ്, മൊബൈൽ മിസൈൽ ലോഞ്ചേഴ്സ്, ഡീസെൻട്രലൈസ്ഡ് കമാൻഡ്, ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം, ലോങ് വാർ എൻഡ്യൂറൻസ്. ഇതാണ് ഈ പറയുന്ന 6 പോയിന്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന 5 പോയിന്റുകളാണ് ഇറാന്റെ ഡിഫൻസിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി, അതായത് ഈ കഴിഞ്ഞ വാർ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇറാന്റെ 95% മിസൈലുകളും മിസൈൽ കാപ്പബിലിറ്റിയും ഇറാൻ റീഗെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. 95% ഇറാൻ റീഗെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് തകർത്തിട്ടുള്ള ഗുഹാമുഖങ്ങളും എല്ലാം അവർ ശരിയാക്കിയിട്ടുണ്ട്. അവരുടെ മിസൈലുകളെ അവർ റീഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മൊബൈൽ മിസൈൽ ലോഞ്ചേഴ്സ്, അതായത് പെർമനന്റ് ആയിട്ടുള്ള മിസൈൽ ലോഞ്ചേഴ്സിനെ ഉപയോഗിക്കാണ്ടിരിക്കുക. പെർമനന്റ് ആയിട്ടുള്ള ലോഞ്ചിങ് പാഡുകൾ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ B2B ബോംബറുകൾ വന്നിട്ട് ആദ്യമേ തകർക്കുന്നത് ഈ ലോഞ്ചിങ് പാഡുകളായിരിക്കും. ലോഞ്ചിങ് പാഡുകൾ തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ അവിടെ നിന്നും ക്രൂയിസ് മിസൈലുകളെ ലോഞ്ച് ചെയ്യാൻ പറ്റില്ല, ബാലിസ്റ്റിക് മിസൈലുകളെ ലോഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിക്കുക. ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തോട്ട് സാധനം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്ന പരിപാടിയിലോട്ട് ഇറാൻ പോവുക. പിന്നെ പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് കമാൻഡ്, അതായത് ഇതാണ് ഇറാന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് കമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമാൻഡിന്റെ ഹെഡിനെ തകർത്ത് കഴിഞ്ഞാൽ
മൊത്തത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രപ്റ്റ് ആവുകയും ആ വാറ് തകർന്ന് ആ വാറിൽ മൊത്തത്തിൽ തകർന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അതുകൊണ്ടാണ് IRGCനെ 32 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ തകർത്തു എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ആ വാറിൽ ഇറാൻ തോറ്റു പോകുന്ന സിറ്റുവേഷനേ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ലേയേർഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം, S-400ന്റെ പലതരത്തിലുള്ള പതിപ്പുകൾ ഈ പറയുന്ന റഷ്യയുടെ പലതരത്തിലുള്ള പതിപ്പുകൾ ഇറാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഷോൾഡറിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ ഇറാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പലതരത്തിലുള്ള ലേയേർഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഒന്ന് ലോങ് വാർ എൻഡ്യൂറൻസ്. ഇവിടെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ പെട്ട് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. വളരെ അതായത് അമേരിക്കൻ അറ്റാക്കിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ യൂസ് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഡ്രോണുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം വാറിലോട്ട് ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്ക് ഒരു കാരണവശാലും നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ ഒരു മിസൈല് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഇറാന് വേണമെന്നുണ്ടെങ്കിൽ 200 ഡ്രോണുകൾ ഉണ്ടാക്കാം. ആ സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. അപ്പൊ അസിമെട്രിക് ആയിട്ടുള്ള വാർഫെയർ, ലോങ് എൻഡ്യൂറൻസ്, ലോങ് ടേമിലേക്ക് അമേരിക്കയെ വാറിൽ തളച്ചിടുന്ന പരിപാടിയിലോട്ട് കൊണ്ടുപോവുക. 2 ആഴ്ച കൊണ്ട് നിർത്താൻ വന്നിട്ടാണ് ഇപ്പോഴും നിർത്താത്തതെന്ന് ആലോചിക്കണം. പിന്നെ അടുത്തത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ലോഞ്ചേഴ്സ് ഉപയോഗിക്കുക. അപ്പൊ റഷ്യയുടെ സിസ്റ്റങ്ങളുണ്ട്, ഇൻഡിജിനിയസ് സാംസ് എന്ന് പറയുന്ന ഇറാന്റെ സിസ്റ്റം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറാന്റെ റഡാർ നെറ്റ്വർക്കും, പിന്നെ അതേപോലെ തന്നെ S-300, അതായത് ഇറാൻ്റെതായിട്ട് തന്നെ മാറ്റിയിട്ടുള്ള പലതരത്തിലുള്ള S-300ന്റെ പതിപ്പുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇറാൻ ഈ ഒരു വാറിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി മണി ഇൻവോൾവ് ആണ്. മണി ഇൻവോൾവ് ആകുമ്പോൾ ചെലവ് ആരുടെ ഭാഗത്താണ്, ആർക്കാണ് ഇതിനെ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. വലിയ കപ്പാസിറ്റി ഉള്ള മിസൈലുകളും സിസ്റ്റങ്ങളും അമേരിക്ക യൂസ് ചെയ്യുമ്പോൾ അമേരിക്ക അത്ര തന്നെ കോടിക്കണക്കിന് ഡോളറുകൾ അവിടെ കൊട്ടേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഇറാൻ അത്രയും ഡോളറുകളുടെയോ അത്രയും പണത്തിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലാണ് ഇറാന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാലത്തെ ഇടവേളക്ക് ശേഷം ഒരു വലിയ ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ശാന്തത എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഇടവേളക്ക് ശേഷം മറ്റൊരു വാറിന്റെ കൂടെ, മറ്റൊരു എപ്പിക് ഫ്യൂറി 2.0ന്റെ മേഘങ്ങൾ കൂടെ ഈ പറയുന്ന പശ്ചിമേഷ്യയുടെ മുകളിൽ ഉരുണ്ടു കൂടുന്നു എന്നുള്ളതാണ് കാണേണ്ടത്.